നമസ്കാരം, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇത് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. ഇന്നൊരു വിശേഷ ദിവസമാണ്, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് ഉള്ളൊരു വിശേഷ ദിവസം. ഇനി ഞാനത് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ അല്ലേ, എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോയിലുണ്ട്, ഒരു 5 പേരൊഴികെ. അവരെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ. ഇവിടെ ഞാനും അഭിചേട്ടനും പിള്ളേരും മാത്രമാണുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ പേര് കൃഷ്ണരാഗ് എന്നാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരും കൂടെ ഈ വീഡിയോയിൽ പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ആമിയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട്, ആമിയാണല്ലോ ഇന്നത്തെ സ്റ്റാർ, അവളുടെ സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതേ പട്ടുപാവടയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. ധാവണി വേണമെന്ന് പറഞ്ഞിട്ട് ഷോളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊരു പട്ടുപാവടയാണേ. അപ്പോൾ ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റാണേ. അപ്പോൾ നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. ഞങ്ങൾക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ കറക്റ്റ് വേള ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ മഞ്ഞൾ തേച്ച് എന്തെങ്കിലും മധുരം കൊടുത്ത് അവൾക്ക് കൊടുത്ത് നമ്മൾ കരുതിയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇനി വീഡിയോസൊക്കെ കണ്ടിട്ടാവാം അവൾ അതിനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് എനിക്കൊരു ഫീല് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനൊരു ഇത് നടത്താമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും അബ്ചേട്ടൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ടൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവളിരുത്തി ഞങ്ങൾ എല്ലാവരും അവൾക്കൊരു അനുഗ്രഹം കൊടുക്കണമെന്നുള്ള രീതിയിൽ മധുരമൊക്കെ കൊടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ചൊരു കുഞ്ഞു നെക്ലസ്, അവൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞു നെക്ലസ്സാണ് ഞങ്ങൾ മേടിച്ചത്. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരുവിധം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിൽ അങ്ങനെ ഇങ്ങനെ കേട്ട് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ. പക്ഷെ ആരൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആളറിയാലോ, ഇതാണ് അഭിചേട്ടൻ, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അതേ ആമിക്കത് ഇട്ട് കൊടുത്തു. അപ്പോൾ മാല ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു കൈച്ചെയിൻ, അത് അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് ഞങ്ങൾ മാറ്റിയെടുത്തായിരുന്നു, അവൾക്കത് ചെറുതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുത്തു. പുറകിലിരിക്കുന്നൊക്കെ ആമിക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ. അതിപ്പോൾ ആ ഷെൽഫിലൊന്നും വെക്കാൻ സ്ഥലമില്ലാണ്ട് ഇപ്പോൾ അതേ ഇവിടെയും ക്രോക്കറി ഷെൽഫിലൊക്കെ ഓരോന്നൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് അഭിചേട്ടൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ധാവണി സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ധാവണി എനിക്ക് പാകാം, അതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മയ്ക്ക് അത് ഇട്ടപ്പോൾ. അപ്പോൾ ഇതാണ് സുദർശൻ കേട്ടോ. അപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം, നമ്മളെല്ലാ കാര്യം ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ സന്തോഷം കാണാനാണല്ലോ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെന്തെങ്കിലും മറന്നാൽ നമ്മൾ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കേട്ടോ. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അവൾ. നമ്മൾ വിചാരിക്കുമല്ലോ, അയ്യോ ഇത് നാണക്കേടാവോ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മളങ്ങനെ ഒതുക്കി കഴിക്കാമെന്നൊക്കെ കരുതിയത്. പക്ഷെ അവൾ അങ്ങനെ അല്ലായിരുന്നു. അവൾക്കത് ത്രൂ ഔട്ട് മനസ്സിലാവും കേട്ടോ, അവൾ എത്ര സന്തോഷം ഉണ്ടായിരുന്നു അവൾക്കിന്ന്. അപ്പോൾ ഇതെൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം ചടങ്ങ് തന്നെ എല്ലാവരും റിപ്പീറ്റ് ചെയ്തു. എല്ലാവരും അമ്മീനെ അനുഗ്രഹിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മാറി മാറി മധുരമൊക്കെ കൊടുത്ത് അപ്പോൾ അച്ചാച്ചൻ്റെ വക ഗിഫ്റ്റും കൊടുത്തു. അച്ഛനമ്മയും ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊടുത്തു. പിന്നെന്താ പറയുക, ആമി ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ഫസ്റ്റ് കുട്ടിയായിരുന്നു, അബ്ചേട്ടൻ്റെ വീട്ടിലത്തെ ഫസ്റ്റ് പെൺകുട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആമിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ലാളനകളും അല്ലെങ്കിൽ എല്ലാ ഇതും കിട്ടിയിട്ട് വളർന്ന ഒരു കുട്ടിയാണ് ആമി. അപ്പം അതിൻ്റേതായ ഒരു ഇത് അവൾക്ക് എല്ലാവരുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് കേട്ടോ. ഇതാണ് അബ്ചേട്ടൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തിയമ്മയും പിന്നെ പിള്ളേരും. ഇത് ഉണ്ണിക്കുട്ടനും കുഞ്ഞും, സച്ചിനും സൗരവും എന്നാണ് കേട്ടോ പേര്. ചേട്ടൻ ഒരു ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ അവരുടെ ഇതിന് വേണ്ടിയിട്ടാണ് സച്ചിനും സൗരവും എന്നുള്ള പേരിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ കൊടുത്തു. കുഞ്ഞു ആപ്പിളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആമി പല്ല് കിട്ടിയോണ്ട് ആമിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആമി പറയുന്നത് എൻ്റെ പല്ലിത്തെ ക്ലിപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ മേടിച്ച് ഗിഫ്റ്റ് ആമി ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ അപ്പുറത്ത് നിന്ന് വെച്ച് കൊടുക്കാണ് കേട്ടോ. ആമിക്കൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലായിരുന്നേ. മുഖത്ത് ഇതൊക്കെ തേച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് മഞ്ഞളല്ല, അവൾക്ക് ചെറിയൊരു അലർജി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുൾത്താണി മിട്ടിയായിരുന്നു ഞാനത് അവിടെ അതിന് വേണ്ടിയിട്ട് ചെയ്തത് കേട്ടോ. മഞ്ഞൾ തേച്ചപ്പോൾ അവൾക്ക് മുഖത്ത് തരുതരുന്ന ഈ ചൂടിൻ്റെ ആണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടെ അവൾക്ക് അങ്ങനെ തരുതരം തന്നെ വന്നായിരുന്നു. അതുകൊണ്ട് മഞ്ഞൾ ഞാൻ അവോയ്ഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഡ്രസ്സുമ്മിലൊക്കെ ആവുമല്ലോ, എല്ലാം നല്ല പുതിയ ഡ്രസ്സാണല്ലോ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തിയിട്ട്, ആൾ കാലും ഒരു പരിക്ക് പറ്റിയിട്ടിരിക്കുക, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലും മടങ്ങിയിട്ട് അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടിരിക്കുക. അപ്പോൾ അവളുടെ ഒരു കുഞ്ഞു മാല ഉണ്ടായിരുന്നേ, നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മാലയായിരുന്നു. അപ്പോൾ അവളുടെ ഗിഫ്റ്റ് കൊടുത്തു. ഇതാണ് മിന്നൂസ്, ആരാധ്യ എന്നാണ് പേര്. അനിയത്തി കേട്ടോ. ആൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞിനെ.
പക്ഷെ ആൾക്കിന്ന് എക്സാം ആയതുകൊണ്ട് ആൾ സ്കൂളിൽ പോയേക്കാം. അപ്പോൾ അവൾ വരും. നമ്മൾ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി സെയിം ചടങ്ങുകൾ തന്നെ ഞങ്ങൾ കുഞ്ഞിക്ക് വേണ്ടിയിട്ടെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അലമ്പുണ്ടാക്കും. ഞങ്ങളുടെ ഇവിടുത്തെ ആംഗ്രി ബേബിയാണ് എല്ലാവരും പെറ്റാട്ടോ. ഏറ്റവും താഴെയുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും പെറ്റായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം ഇനി ആദിയുടെ വക ആദി വന്ന് മീശയൊക്കെ വരച്ച് കൊടുത്തു ചേച്ചി എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചിരുത്തിയപ്പോൾ ആദീനെ തിരിച്ചും വരച്ചു കൊടുത്തു കേട്ടോ. അവൻ എവിടെ കോമഡി കാണിക്കാൻ പറ്റിയാലും അവരത് കാണിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ ആദ്യത്തെ. അവന് പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറേ എതിർത്ത് നോക്കി. പക്ഷെ അവനും പണി കിട്ടിയായിരുന്നു. കുറവുണ്ടെന്ന് പറഞ്ഞവർ ഷഞ്ജനയുടെ ഹസ്ബൻഡ് സനീഷ്, അവൻ മസ്കറ്റിലാണ്. അവനുണ്ട്. പിന്നെ ആബ്ചേട്ടൻ ഒരു അനിയനും കൂടി ഉണ്ട്, അനിക്കുട്ടൻ, അനിലാഷ് എന്നാണ് പേര്. അനിക്കുട്ടനും അശ്വതിയും മക്കളും അല്ലൂസും പൊന്നൂസും. അവർ ദുബായിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അവരെയും കൂടി ഇതിൽ മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം സദ്യയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാലട പായസം ഉള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും എല്ലാം സെറ്റായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ കുഞ്ഞി സ്കൂളിൽ നിന്ന് വന്ന് പട്ടുപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷഞ്ജന അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പൂവ് വരെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വട്ടം കൂടി ഒരു റൗണ്ടും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു, പാപ്പനും ചെയ്തു. പാപ്പൻ പറയണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കാണുന്നതെന്നൊക്കെ. പാപ്പന് പറയണത് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നതെന്ന്. ഇതാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. എല്ലാവരും കൂടുമ്പോൾ ഒരു രസമല്ലേ. ഇതൊക്കെ ഒരു ഫാമിലി മൊമെൻറ്റ്സൊക്കെ ഇതുപോലെ വീഡിയോസിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ പിന്നീട് കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബായ്.